ഹായ് ഒരുവൺ. നമ്മൾ ചിന്തിക്കുന്നത് എക്സോഡസ് ചാപ്റ്റർ 15 ആണ്. പുറപ്പാട് 15-ാം അധ്യായം. അവിടെ ഇസ്രായേൽ മക്കൾ യഹോവ അവരെ ചെങ്കടലിലൂടെ നടത്തിയതിൻ്റെ ആയിട്ടുള്ള ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പാടുന്നതായിട്ട് ഒരു കാഴ്ച നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ മാറയിലേക്ക് എത്തിയപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിയപ്പോൾ അവരവിടെ ദൈവത്തോട് അവിടെ കുറ്റം പറയുന്നതായിട്ട് അല്ലെങ്കിൽ പെറുപെറുക്കുന്നതായിട്ട് ഒരു കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ കണ്ടപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അത് ശരിക്കും നമ്മളുടെയൊക്കെ ഒരു സ്വഭാവം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സ്വഭാവം എനിക്കവിടെ അതിനെപ്പറ്റി ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവാനിടയായത്. അത് മറ്റൊന്നുമല്ല, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, നമുക്ക് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തൊരു കാര്യം ഉണ്ടാകുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി അതിന് മുമ്പ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ മറന്നിട്ട് ദൈവത്തെ കുറ്റം പറയും. ദൈവം ഇനി എന്തിനും ഇതൊക്കെ ഇങ്ങനെ വരുത്തുന്നത്, അല്ലെങ്കിൽ ദൈവം ഇനി ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറ്റം പറയും. അപ്പോൾ മനുഷ്യരുടെ ഒക്കെ ഒരു ടെൻഡൻസിയാണ്, നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ടെൻഡൻസിയാണ്. ദൈവം നമുക്ക് ഓൾറെഡി ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നുപോയിട്ട് ദൈവം നമുക്ക് എന്ത് ഇഷ്ടപ്പെടാത്തൊരു കാര്യം ദൈവം ചെയ്ത കാര്യം നമുക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളപ്പം തന്നെ കുറ്റം പറയുകയും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്നുള്ളത് ആ ഒരു സ്വഭാവം അത് നമ്മളുണ്ടാകാൻ പാടില്ല എന്നതാണ്. നമ്മൾക്ക് ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതം ചിലപ്പോൾ നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അത് ദൈവത്തിൻ്റെ ഹിതം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടി ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമായിരിക്കത്തില്ല ചിലപ്പോൾ അത് നടക്കുന്നത്. പക്ഷെ നമ്മൾ അതിനെ ഓർത്ത് ഗ്രംബിൾ ചെയ്യുകയല്ല ചെയ്യേണ്ടത്. പകരം നമ്മൾ അതിനെ ദൈവത്തിൻ്റെ ഹിതമായതുകൊണ്ട് നമുക്ക് അതിനെ അക്സെപ്റ്റ് ചെയ്യേണ്ട ആ ഒരു നിലപാടായിരിക്കണം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടായിരിക്കും നമുക്ക് വേണ്ടത്. കാരണം ദൈവം നമ്മൾക്ക് ഇത്രയും നാൾ ദൈവം നമ്മളെ നടത്തി, ദൈവത്തിൻ്റെ ഹിതത്തിലൂടെ നമ്മൾ പല കാര്യങ്ങളിലൂടെ ദൈവം നടത്തി, പല അമേസിംഗ് ആയിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു. നമ്മൾക്ക് പ്രതീക്ഷിക്കാതെ, നമ്മൾ ചോദിക്കാതെ പല നന്മകൾ ദൈവം നമുക്ക് തന്നു, നമ്മൾ അർഹിക്കാത്ത പല നന്മകൾ ദൈവം നമുക്ക് തന്നു. അപ്പോൾ ദൈവം ഇതൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെപ്പോഴും ദൈവത്തിന് നന്ദിയുള്ളവരായിട്ടാണ് നമ്മൾ ജീവിക്കണം. കാരണം നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ദൈവം നമുക്ക് തരുന്ന ഒരു ദാനമാണ്. അങ്ങനെയുള്ളപ്പോൾ ദൈവം നമുക്ക് തരുന്ന ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ദൈവത്തോട് കുറ്റം പറയല്ല ചെയ്യണം. അല്ലെങ്കിൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇത്രയും നാൾ നമുക്ക് വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ മറന്നിട്ട് ദൈവത്തെ നല്ല രൂക്ഷമായിട്ട് നമ്മൾ കുറ്റം പറയുകയല്ല, അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ കുറ്റം പറയുകയല്ല ശരിക്കും നമ്മൾ ചെയ്യേണ്ടത്. പകരം നമുക്ക് ചിലപ്പം ഡിഫിക്കൽട്ടുള്ള കാര്യമാണെങ്കിൽ കൂടി അത് അംഗീകരിക്കുക, ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ലെസൺ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു നിലയിലേക്ക് എത്തുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് എന്ത് തന്നാലും നമുക്ക് അതിനെ അതുപോലെ ഉൾക്കൊള്ളുവാനായിട്ടും, അതുപോലെ തന്നെ ദൈവത്തെ കുറ്റം പറയാതെ നമുക്ക് അപ്സെറ്റായിട്ട് ഫീൽ ചെയ്യുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, പുറകോട്ട് നമ്മൾ ചിന്തിക്കുക, എങ്ങനെയാണ് ദൈവം നമ്മളെ ഇത്രയും നാളെ നടത്തിയത്, അത് ഓർത്ത് ആ ഒരു കാര്യം ഓർത്തുകൊണ്ട് നന്ദിയുള്ളതായിട്ട് ഇരിക്കുവാനായിട്ടും ദൈവം തരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തികളായിട്ട് മാറുവാനായിട്ടും നമ്മളെ ഇടയാക്കുവാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.